മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. ഓൾ കേരള സ്വാമിൽ തൊഴിലാളി അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച മഞ്ചേരിയിൽ ചെരണി ഹൈഫ പ്ലാസ കൺവെൻഷൻ ഹാളിൽ വെച്ച് നടക്കുന്ന AKS MTA 8ാമത് സംസ്ഥാന സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുക്കും. ഓൾ കേരള സ്വാമി തൊഴിലാളി യൂണിയൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വളരെ കഷ്ടതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. നാളിതുവരെയായിട്ട് സ്വാമി തൊഴിലാളി എന്ന ഈ സംഘടനയിലുള്ള തൊഴിലാളിക്ക് യാതൊരുവിധ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതുവരെ നൽകിയിട്ടില്ല. നിരന്തരം സമ്മേളനങ്ങൾ നടക്കുമ്പോഴൊക്കെ നിലവിൽ ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരും അതുപോലെ MLA-മാരൊക്കെ വെച്ചാണ് നമ്മൾ സമ്മേളനം നടത്താറുള്ളത്. അവർക്കൊക്കെ മുമ്പിൽ നമ്മൾ നിർമ്മാണങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അവരിൽ ഉന്നയിച്ച് അവർ എല്ലാത്തിനും പിന്തുണ പറഞ്ഞു പോവുമെങ്കിലും ആ പറച്ചിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് ഇന്ന് വരെയായിട്ട് യാതൊരുവിധ ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. കേരളത്തിലെ സ്വാമിൽ തൊഴിലാളികളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള സംഘടനയാണ് ഓൾ കേരള സ്വാമിൽ തൊഴിലാളി അസോസിയേഷൻ. ഞായറാഴ്ച മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന 8ാമത് സംസ്ഥാന സമ്മേളനത്തിൽ യൂണിയൻ, സംസ്ഥാന, ജില്ലാ നേതാക്കന്മാരും കേരളത്തിലെ മറ്റ് സാംസ്കാരിക പ്രമുഖരും പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി 2:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ സ്വാമിൽ തൊഴിലാളികൾക്ക് ESI, ഇൻഷുറൻസ് പരിരക്ഷ, തൊഴിലുടമകളിൽ നിന്ന് ലഭിക്കേണ്ട ബോണസ്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആരോഗ്യ സുരക്ഷയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നിലവിലില്ല. സ്വാമിൽ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും ക്ഷേമനിധി ബോർഡിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങളും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ അവ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. AKS MTA സംസ്ഥാന പ്രസിഡന്റ് സത്യൻ ചേനമ്പാടി, സംസ്ഥാന സെക്രട്ടറി മനോജ് പിണറായി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദിഖ് അലി മലപ്പുറം, രാജേഷ് റാന്നി, ജാഫർ സാദിഖ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.